തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കള്ളനോട്ടുമായി അതിഥി തൊഴിലാളി പിടിയിലായി. അസം സ്വദേശി പ്രേംകുമാർ ബിശ്വാസാണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 29,000 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തി. ലഹരി ഇടപാട് ഉണ്ട് എന്ന് സംശയിച്ച് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നാണ് ഈ നോട്ടുകൾ കണ്ടെടുത്തിരിക്കുന്നത്. കള്ളനോട്ട് സംസ്ഥാനത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നോ, ആ രീതിയിൽ കള്ളനോട്ടുകൾ രാജ്യവ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നോ എന്നുള്ളതൊക്കെ NIA-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി അന്വേഷിക്കുന്നുണ്ട്. കാരണം ഭീകരാക്രമണം പല രൂപത്തിൽ വരും. അത് ആയുധങ്ങളായിട്ട്, കൊലപാതകങ്ങളായിട്ട്, ബോംബ് സ്ഫോടനങ്ങളായിട്ട്, ഒപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കള്ളനോട്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടും അതും ഒരു ആക്രമണ തന്ത്രമായിട്ട് ഭീകരർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളനോട്ടുമായി ഒരു വ്യക്തി പിടിയിലായിട്ടുണ്ടെങ്കിൽ അത് കർശനമായിട്ടുള്ള അന്വേഷണം വേണ്ടിവരും. ആരൊക്കെയാണ് അതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഏത് ഉറവിടത്തിൽ നിന്നാണ് ഈ കള്ളനോട്ട് വന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കള്ളനോട്ടുമായി അതിഥി തൊഴിലാളി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി പ്രേംകുമാർ ബിശ്വാസാണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 29,000 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ 29,000 രൂപയുടെ കള്ളനോട്ടുകൾക്കുപരി മറ്റ് കള്ളനോട്ടുകൾ കൂടിയുണ്ടോ, എവിടെ നിന്ന് അത് കിട്ടിയെന്നുള്ള അന്വേഷണങ്ങൾ കൂടി നടത്തേണ്ടി വരും. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഡാൻസ് ഓഫ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയ്ക്കിടയിലാണ് ഈ കള്ളനോട്ടുകൾ കണ്ടെത്തിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നാണ് നോട്ടുകൾ കണ്ടെടുത്തത് എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്.